ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അമ്മയുടെ 7ാമത്തെ വ്യാകുലമാണ്. ഈശോ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഒരല്പനേരത്തേക്ക് അമ്മയ്ക്ക് ഈശോയിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു. നമുക്ക് വചന പശ്ചാത്തലം പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങളാണ്. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നി നായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. വലിയ ഒരു വസ്തുത ഈ 7ാമത്തെ വ്യാകുലത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഡിവൈൻ എക്ലിപ്സ്, കർത്താവ് മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, ദൈവഗ്രഹണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. ആമോസ് പ്രവചനം 8-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. നിങ്ങളുടെ ഉത്സവ ദിനം മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും. സകലരെയും ഞാൻ ചാക്കുടിപ്പിക്കും, എല്ലാ ശിരസ്സും കഷണ്ടിയാക്കും. അത് ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയാകും. ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. കർത്താവ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളിവിടെ ബോധവാന്മാരാകുന്നു. അമ്മയുടെ 3ാമത്തെ വ്യാകുലം, ഈശോ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന ഒരു സംഭവമുണ്ട്. ഇതെല്ലാം ചേർത്ത് വെക്കണം. ഈശോ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ക്രൈസ്തവ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കർത്താവ് പരീക്ഷിക്കുന്നതാണ്. ഒന്ന് ഉരച്ചു നോക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ഈ ദിവസം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പരീക്ഷിക്കുവാനായി ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് അങ്ങയുടെ മറഞ്ഞിരിക്കൽ എന്ന് ഞാൻ മനസ്സിലാക്കും. കർത്താവെ, അങ്ങ് മറഞ്ഞിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മുപ്പത്തിമൂന്നാം ദിവസം നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നാം ഇന്ന് പൂർത്തിയാക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പ്രതിഷ്ഠ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഇതാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന പ്രാർത്ഥനാ വിഷയം. നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം അതിതാകട്ടെ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാകട്ടെ യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം തിരുവചനം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാകട്ടെ യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഈശോയ്ക്ക് നന്ദി പറയാം. വിമല ഹൃദയ പ്രതിഷ്ഠ ആരംഭിച്ചപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് പൂർത്തിയാക്കാൻ കർത്താവ് അനുഗ്രഹം തന്നിരിക്കുന്നു. ഇന്ന് നാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന കാര്യം അതിതാകട്ടെ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗമുണ്ട്. ഈ വചനഭാഗത്തിൽ 4 സ്നേഹം എന്ന പദം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ പദം ഉപയോഗിക്കപ്പെടുന്നിടത്ത് എൻ്റെ പേര് പകരം ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലുന്നിടത്ത് അച്ഛൻ അച്ഛൻ എന്നേ ചേർക്കുകയുള്ളൂ. അവിടെ നിങ്ങളുടെ പേര് ചേർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം, അച്ഛൻ ദീർഘക്ഷമയും ദയയുമുള്ളതാണ്.
അച്ഛൻ അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നുമില്ല. അച്ഛൻ അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നുമില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. അച്ഛൻ സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇനി ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം അതിതാകട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുവാൻ ആഗ്രഹിച്ചിട്ടും ഇടയ്ക്ക് വഴിയിൽ വീണുപോയവരുണ്ട്, ആഗ്രഹിച്ചിട്ടും നടത്താൻ പറ്റാത്തവരുണ്ട്. ഇവരെയെല്ലാം സമർപ്പിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠാ ജപ പ്രാർത്ഥന ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. തൊട്ടടുത്ത വീഡിയോയിൽ ഒരു കൊച്ചു പ്രാർത്ഥനയാണ്, അത് അച്ഛൻ ഇടുന്നതായിരിക്കും. നമുക്കതുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അവസാനിപ്പിക്കാം. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാവലും തുണയും നമ്മോടൊപ്പം നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 33-ാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സമർപ്പണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുട്ടികളോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. സമർപ്പണത്തിൻ്റെ ആദ്യ വാക്ക് ഉച്ചരിക്കുന്നതിന് മുൻപ് തന്നെ അവർ അവരുടെ ലക്ഷ്യം പരിശോധിക്കട്ടെ. സമർപ്പണം എന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ സ്നേഹത്തിൻ്റെ പരിശുദ്ധ ദാനമാണ്. ഇതല്ല ലക്ഷ്യമെങ്കിൽ സമർപ്പണം എന്ന വാക്ക് ഉച്ചരിക്കുക പോലും അരുത്. സ്വയം ആത്മശോധന നടത്തട്ടെ. എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ മാത്രം സമർപ്പണം നടത്തുക. സത്യമായ സമർപ്പണമാണിത്. ഹൃദയങ്ങളുടെ കൈമാറ്റം നടക്കുമ്പോൾ അത് പരിപൂർണമായും എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ നടത്തുന്നു. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും ഇത് നടത്തുന്നു. പരസ്പര സ്നേഹത്തിൽ ഹൃദയങ്ങൾ അടുത്ത ആളിന് വിട്ടുകൊടുക്കുന്നു. സ്നേഹമെന്നത് പരമപിതാവിൻ്റെ ദാനമാണ്. സ്നേഹത്തിൽ നിന്നും മറ്റുള്ള പുണ്യങ്ങൾ പുറപ്പെടുന്നു. സ്നേഹത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചതല്ല നിങ്ങളുടെ ഹൃദയമെങ്കിൽ നിങ്ങൾ പുണ്യത്തിൽ വളരുകയില്ല. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിയുമ്പോൾ ഓരോ ഹൃദയവും എൻ്റെ മകനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. ഞാൻ ഇന്നു തന്നെ സമർപ്പണത്തിനായി ഹൃദയഭാവങ്ങളെ ക്രമപ്പെടുത്തി തുടങ്ങും. വഴികാട്ടി. നാം ചെയ്യുന്നതെല്ലാം ഒറ്റയൊരു ലക്ഷ്യത്തോടെയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ പാപരഹിതമായ ഒരു അവസ്ഥ ആത്മാവിന് കൊടുക്കുക എന്നതാണ് അത്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ നിലയിലായിരുന്നു. സ്വർഗത്തിൻ്റെ ലക്ഷ്യം മനുഷ്യാത്മാവിനെ പരിപൂർണതയിലേക്ക്, അവൻ്റെ പറുദീസായിലെ നിലയിലേക്ക് കൊണ്ടുവരികയാണല്ലോ. അപ്പോൾ സമർപ്പണവും ആ ലക്ഷ്യം വച്ചുള്ള പ്രവൃത്തിയാണ്. സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ആദിയിൽ പിതാവ് തീരുമാനിച്ചത് ആത്മാക്കളെ പൂർവസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ദൈവം ആവശ്യപ്പെടുന്നതെല്ലാം ഈ ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെ ആകണം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം, സമർപ്പണത്തിന് നമ്മുടെ മാതാവിനോടുള്ള എല്ലാ രക്ഷണീയ ഗുണങ്ങളും ഉണ്ടായിരിക്കും എന്ന്. ഇവിടെ ഈശോയോട് ചേർന്ന് അമ്മ പ്രവർത്തിക്കുന്നു. ഈശോയുടെ രക്ഷണീയ കൃപകളാണ് മാതാവ് നൽകുന്നത്. പ്രവൃത്തിപഥം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ദൈവപ്രീതിക്ക് മാത്രമാണോ എന്നറിയാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, നിങ്ങളുടെ പ്രവൃത്തി ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സു കലങ്ങാതെ ലക്ഷ്യം സാധിച്ചു എന്ന വണ്ണം ശാന്തമായിരിക്കും. രണ്ടാമതായി, മറ്റുള്ളവർ ചെയ്യുന്ന സൽപ്രവർത്തികളിൽ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ തന്നെ അക്കാര്യം ചെയ്ത പോലെ ദൈവഹിതം നിറവേറുമ്പോൾ ആര് പ്രവർത്തിച്ചു എന്നത് അപ്രസക്തമാണ്. മൂന്നാമതായി, ഏതു ജോലിയും
നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ളതാണ്. എല്ലാ ജോലികളും തൃപ്തി നൽകുന്നു. 4. നിങ്ങൾ നന്മ ചെയ്ത് കഴിയുമ്പോൾ നന്ദിയും അംഗീകാരവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സന്തോഷം കൊടുക്കുവാൻ നിങ്ങൾക്കിടയായി എന്നതാണ് നിങ്ങൾക്കുള്ള സന്തോഷം. നിങ്ങൾ അപമാനം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സമാധാനത്തിൽ കഴിയുന്നു. 5. നിങ്ങൾ ചെയ്യുന്ന ജോലി മുന്നറിയിപ്പില്ലാതെ നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടമാകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാനും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനും ഈ പ്രവൃത്തി പഥത്തിലൂടെ യാത്ര ചെയ്യുകയേ വേണ്ടൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ശാന്തിയിലും സമാധാനത്തിലും ആയിരിക്കുവാൻ കൃപ തരയണമേ. ഈ കൃപകൾ സമർപ്പണത്തിലൂടെ എൻ്റെ ആത്മാവിന് ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊയ്ത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വിളവിൻ്റെ വില കുറയ്ക്കാതിരിക്കട്ടെ. എൻ്റെ ഭൂത ഭാവി വർത്തമാന കാലങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, പ്രാർത്ഥനകൾ, ത്യാഗങ്ങൾ, എൻ്റെ സർവസ്വവും ഞാൻ എന്തായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതും ഞാൻ സമർപ്പണത്തിലൂടെ അങ്ങേക്ക് നൽകുന്നു. സ്വീകരിക്കണമേ. വചനം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമാലേഖനം 8:28. പൊതുപ്രാർത്ഥനകൾ. വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടെയും. എന്നെ കാത്തു സൂക്ഷിക്കണമേ. ത്രിസന്ധ്യാജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ
അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം പുണ്യം, വിശ്വാസത്തിനു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. രണ്ടാം പുണ്യം, ശരണത്തിനു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മൂന്നാം പുണ്യം, സ്നേഹത്തിനു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. സഹായിക്കണമേ. നാലാം പുണ്യം, എളിമയ്ക്കു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. അഞ്ചാം പുണ്യം, ക്ഷമയ്ക്കു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. ആറാം പുണ്യം, വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. ഏഴാം പുണ്യം, അനുസരണത്തിനു വേണ്ടി. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ അമ്മയോടുള്ള ജപം. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ.
പന്തക്കുസ്ത പ്രാർത്ഥന. മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ.